ഹലോ എവറി വൺ, എല്ലാവർക്കും ഷിജ്ലീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു കുക്കുംബർ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഡ്രിങ്ക് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിവയറ്റിലെ കൊഴുപ്പ് കളയാനായിട്ട് വളരെയധികം സഹായം ചെയ്യും. പിന്നെ കുക്കുംബർ എന്ന് പറഞ്ഞാൽ തന്നെ കൊളസ്ട്രോൾ ലെവൽ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു വെജിറ്റബിൾ ആണ്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ സാലഡ് കുക്കുംബർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ചെറുനാരങ്ങ, പിന്നെ പുതിനയിലയാണ് എടുത്തിരിക്കുന്നത്. പുതിനയിലയോ മല്ലിയിലയോ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ചെറുനാരങ്ങയുടെ നീരല്ല, ചെറുനാരങ്ങ മുഴുവനോടെയാണ് നമ്മൾ ഇടുന്നത്. അതിന് മുമ്പായിട്ട് അതിൻ്റെ തൊലി മാത്രം ചെത്തിക്കളയുക. അതിനുശേഷം കുരുവെല്ലാം രണ്ടായിട്ട് മുറിച്ച് കുരുവെല്ലാം ഉണ്ടെങ്കിൽ കുരു എടുത്ത് കളഞ്ഞതിന് ശേഷം അതിനെ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ മിക്സിയിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ആ നാരങ്ങയുടെ പകുതി കഷ്ണമാണ് എടുത്തിരിക്കുന്നത്, മുഴുവനും ചേർക്കുന്നില്ല. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ജ്യൂസറിലോ ഇട്ടിട്ട് അരച്ചെടുക്കുക. കഷ്ണങ്ങൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം ഒരുമിച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അരയ്ക്കുക. അതിനുശേഷം നമുക്ക് വെള്ളം മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇങ്ങനെയുള്ള ഹെൽത്തി ഡ്രിങ്കുകൾ കുടിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളാലാവും വിധം ചെറിയ ചെറിയ വ്യായാമങ്ങളും ചെയ്യേണ്ടതാണ്. വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഡ്രിങ്ക് നിങ്ങൾക്ക് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് കഴിക്കാവുന്നതാണ്. കുക്കുംബറിൽ ധാരാളം ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ മെറ്റബോളിസം റേറ്റ് വർദ്ധിപ്പിക്കാനായിട്ടും ഒരുപാട് സഹായിക്കും. അങ്ങനെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള കൊഴുപ്പിനെ ഒഴുക്കി കളയാനായിട്ട് ഒരുപാട് ഇതിന് ഗുണം ചെയ്യുന്നതാണ്. ഇഞ്ചിയിലും നാരങ്ങയിലും ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ടും വളരെയധികം സഹായം ചെയ്യും. അപ്പോൾ ഇതുപോലെ കുക്കുംബറിൻ്റെ ഒപ്പം തന്നെ നാരങ്ങയും ഇഞ്ചിയും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇരട്ടി ഗുണമായിരിക്കും ഉണ്ടാവുക. ഇതിലേക്ക് മധുരത്തിന് എക്സ്ട്രാ ആയിട്ട് നമ്മളൊന്നും ചേർക്കുന്നൊന്നുമില്ല. മധുരമൊന്നുമുള്ള ജ്യൂസല്ല, ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് അല്ലേ. അതല്ല, നിങ്ങൾക്ക് അങ്ങനെ കുടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് തേൻ ചേർക്കാം. പഞ്ചസാര ഒരിക്കലും ചേർക്കാൻ പാടില്ല. ഇതുപോലുള്ള ഹെൽത്തി ഡ്രിങ്കുകളിൽ പരമാവധി പഞ്ചസാര ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള കുക്കുംബർ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വേറൊരു വീഡിയോയുമായി നാളെ കാണാം. അതുവരേക്കും ബൈ ബൈ.